നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന തെച്ചി പ്ലാന്റ് കണ്ടോ, നിറയെ പൂക്കളും മുട്ടുകളും. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഴക്കാലത്തും ചൂടുകാലത്തും എല്ലാം നിറയെ പൂക്കളുണ്ടാകുന്ന നമ്മുടെ തെച്ചി പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അതിൻ്റെ കമ്പ് നമുക്ക് വേഗത്തിൽ പിടിപ്പിക്കാനുള്ള ഒരു ട്രിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതിൻ്റെ പൂക്കൾ കണ്ടില്ല എന്തൊരു ഭംഗിയായിരിക്കുന്നോ നോക്കിയേ, കണ്ടോ. ഇപ്പം നമുക്കറിയാം നഴ്സറിയിൽ പല ടൈപ്പ് പല കളറിലുള്ള പൂക്കൾ, ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നമുക്ക് കിട്ടും. പണ്ടൊക്കെ നാടൻ തെച്ചികൾ മാത്രമായിരുന്നു നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഗാർഡനിലെല്ലാം നമ്മൾ ബോർഡറായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല ബുഷായിട്ട് നിൽക്കുന്ന അല്ല മിനിയേച്ചർ ടൈപ്പും കുറച്ച് കുറ്റിച്ചെടിയായിട്ടൊക്കെ വളരുന്ന പിന്നെ തെച്ചി പ്ലാന്റും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പൂക്കളുടെ ഒരു ഭംഗിയുണ്ടല്ലേ. അത് തന്നെയല്ല, തേനീച്ച എല്ലാ ദിവസവും നമുക്കറിയാം തേനീച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തേൻ കുടിക്കാൻ. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പല ചെടികളാക്കാം. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. നമുക്ക് ഇതിൻ്റെ കമ്പ് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാമേ. അതിൻ്റെ ഒരു ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മളതിൻ്റെ കമ്പ്, പലരും പറയാറുണ്ട് കമ്പൊക്കെ വെച്ചിട്ടത് ഉണങ്ങിപ്പോയെന്നൊക്കെ പറയും. നമുക്കറിയാം ഈ മഴ സമയത്താണ്, ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ കമ്പുകളൊക്കെ ആവശ്യത്തിന് കമ്പുകൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഈ തെച്ചിയുടെ കുറച്ച് പ്ലാന്റ് ഉണ്ടെങ്കിൽ, പല കളറുകളിലെ പ്ലാന്റുകളുണ്ടെങ്കിൽ നമുക്ക് ബോർഡറായിട്ടൊക്കെ വെച്ചേക്കുവാണെങ്കിൽ എന്തോരം ഭംഗിയായിരിക്കും എന്ന് ഓർത്തേ. പിന്നെ ഈ തെച്ചിയുടെ പ്ലാന്റിൻ്റെ പൂക്കൾ ഇങ്ങനെ നിറയാൻ വേണ്ടി, എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ പറയാം. നമ്മുടെ ഈ പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മുട്ടുകളുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ, ആ പൂക്കൾ വന്ന പോയ ആ ഭാഗത്തൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ, പെട്ടെന്നടുത്ത പൂക്കളും മുട്ടുകളും ഒക്കെ നിറയും. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ പ്രൂൺ ചെയ്യുന്ന കമ്പുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ മഴ സമയത്താണ് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റുന്നത്. അപ്പോൾ ആ മഴയും കൂടെ അങ്ങോട്ട് കൊള്ളുമ്പോഴത്തേക്ക് നമ്മുടെ ചെടി വളമൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങ് നിറഞ്ഞ് ആർത്ത് കയറി വരും, ചെടി ആർത്ത് കയറി വരും. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ വളം കൂടെ കൊടുക്കണേ. പിന്നെ നമുക്ക് നിലത്തും ഈ ചെടിയെ വളർത്താൻ പറ്റും കേട്ടോ. നമുക്ക് നിലത്തും വളർത്താം, അതുപോലെ നല്ല ചട്ടികളിൽ നല്ല 18 ഇഞ്ച് സൈസിലുള്ള പോട്ടൊക്കെ, വലിയ പോട്ടുകളുണ്ടല്ലോ, അതിലൊക്കെ വെച്ചാൽ നല്ലൊരു കുറ്റി ചെടിയായിട്ട് അങ്ങോട്ട് ബുഷായിട്ട് വളർത്താൻ പറ്റും. ഞാൻ നേരത്തെയൊക്കെ, പിന്നെ മഴയൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു 5-6 മണിക്കൂറെങ്കിലും വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ ചെടിയെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബുഷായിട്ട് നിർത്താനുള്ള ആ ടിപ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ചെടി നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചെടിയുടെ പിന്നെ നാമ്പൊക്കെ നുള്ളിക്കൊടുത്ത് അതിൻ്റെ പൂക്കളെയൊക്കെ കളഞ്ഞ് അതിന് ശിഖരങ്ങൾ വരും. ആ ശിഖരങ്ങളെ വീണ്ടും പ്രൂൺ ചെയ്ത് അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പം അത് നല്ല ബുഷായിട്ട് തന്നെ വളരും. അപ്പോൾ ആദ്യത്തെ പൂക്കളെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ പിന്നെ വരുന്ന ആ ശിഖരങ്ങളെല്ലാം നിറച്ച് പൂക്കളും മുട്ടുകളും നിറയും. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ പ്ലാന്റിലും അതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് ബുഷായിട്ട് നിൽക്കും. നമ്മുടെ ഈ മഴയിലൊക്കെ നമുക്ക് നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ, നമ്മുടെ സീനിയൊക്കെ ഉണ്ട്, റോസ്, നമ്മുടെ മഞ്ഞ തെച്ചി ഉണ്ടോ. നമുക്ക് അതിനായിട്ട് ഒരു മഞ്ഞ തെച്ചിയുടെ ഒരു കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. അതിനെ നമുക്ക് എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കമ്പ് എടുത്തേക്കുവാണ്. ഇത് കണ്ടോ, ബ്രൗൺ കളറായ ഒരു കമ്പ്, പച്ച കളറ് മാറിയ കമ്പായിരിക്കണം. ഒത്തിരി അങ്ങ് വണ്ണമുള്ള കമ്പുകളൊന്നും വേണ്ട. പെൻസിലിനെക്കാട്ടിലും കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞ കമ്പുകളായാലും ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. 1-2 ഇല നിർത്തിയിട്ട് ബാക്കിയെല്ലാം കളയാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത കമ്പ് മഞ്ഞ തെച്ചിയുടെ കമ്പാണേ. അതിനെ നമ്മളൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, കണ്ടോ, ഗാർലിക്ക്, ഇതിൻ്റെ നീര് നല്ലപോലെ അതിലോട്ട് തേച്ച് കൊടുക്കുക. നമുക്കറിയാം ഇത് നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ്. നമ്മുടെ ചെടികളെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ, അല്ലെങ്കിൽ കമ്പ് ഉണങ്ങി പോകാതെ, ചീഞ്ഞു പോകാതെയൊക്കെ രക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇതാണ് വെളുത്തുള്ളി. ഈ ഗാർലിക്കിൽ നമ്മൾ മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പുകൾ നശിക്കാതിരിക്കും. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഈ ഗാർലിക് ഒന്ന് നല്ല രീതിയിൽ അതിൻ്റെ
നീരൊന്ന് തേച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മൾ കുറേ നേരം അതുപോലെ നമ്മൾ അതിലേക്ക് തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റൊക്കെ. അതിനുശേഷം നമുക്ക് ഈ അലോവേരയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ അലോവേരയിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ചട്ടിയിൽ നിറച്ചിരിക്കുന്നത് മോസാണേ, പായലേ. ആ പായൽ നിറച്ച് വെച്ചേക്കുക. അതിലേക്ക് നമ്മൾ ഈ കമ്പ് കുത്തി കൊടുക്കുക. കണ്ടോ, കമ്പ് കുത്തി കൊടുത്തു. ഇതിന് നമുക്ക് നമ്മൾ ഹ്യൂമിഡിറ്റി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് കിളിച്ചു വരും. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇപ്പം നമുക്കിതിന് വെള്ളം നനച്ചു കൊടുക്കാമേ. ഇതിപ്പോൾ നമ്മൾ മോസിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഈർപ്പത്തിൻ്റെ അംശം ഇതിൽ കാണുമേ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ആ നനവൊക്കെ ഒന്ന് കുറഞ്ഞെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും. ഇപ്പം ഹ്യൂമിഡിറ്റി കൊടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി നമുക്കൊരു കുപ്പി എന്തെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിരുന്നാലും മതി. ഷെയ്ഡിൻ്റെ കീഴിൽ വയ്ക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ പ്രസ് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നല്ല മഴയാണ്. താങ്ക് യു.